ടീച്ചറിന്റെ നല്ല കുട്ടികളെ, എന്തോ മിടുക്കന്മാരും മിടുക്കികളാണല്ലോ അല്ലേ? ടീച്ചറിന്റെ നല്ല കുട്ടികളെ, എന്താ എന്തോ ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടോ. നമസ്കാരം. പഠിച്ചു തുടങ്ങിയാലോ? ഇഷ്ടല്ലേ പഠിക്കാനായിട്ട്? ഇഷ്ടല്ലേ പഠിക്കാൻ? പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം. പുതിയൊരു സ്വരാക്ഷരം എങ്ങനെ എഴുതണമെന്ന് പഠിച്ചാലോ? ഓക്കെ. ഇപ്പൊ എത്ര സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു? ഈ സ്വരാക്ഷരങ്ങളില് എത്ര എണ്ണം നമ്മൾ പഠിച്ചു? 1, 2, 3, 4. 4 സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. 4 സ്വരങ്ങൾ നമ്മൾ പഠിച്ചു. ആ, ആ, ഈ, അല്ലേ? അത്ര വരെ 4 സ്വരങ്ങള് നമ്മൾ പഠിച്ചു. അടുത്ത് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ഉം 6ഉം സ്വരങ്ങളാണ്. 5ഉം 6ഉം സ്വരങ്ങൾ. ടീച്ചർ പറഞ്ഞു രണ്ട് അക്ഷരങ്ങൾ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എളുപ്പമാണ്, അതുകൊണ്ടാണ് ടീച്ചർ 2 അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഒരക്ഷരമാണ് പഠിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ 2 അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത്. എളുപ്പമാണ്, അതുകൊണ്ടാണ് ടീച്ചർ 2 അക്ഷരം വെച്ച് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, എഴുതാം. നമ്മള് ആ, ഈ, ഇത്ര വരെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ആണോ? ടീച്ചർ എന്തൊക്കെ എഴുതണല്ലേ? ടീച്ചർ ഇങ്ങനെ പെട്ടെന്ന് പോവല്ലേ? ഞങ്ങൾക്ക് പറ്റണില്ല. ടീച്ചർ പെട്ടെന്ന് പോകുന്നില്ല, പെട്ടെന്ന് എഴുതുന്നില്ല. സാവധാനം എഴുതാം. ഇത് അക്ഷരം നിങ്ങൾക്കൊന്ന് എഴുതി കാണിച്ചതാണ്. കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്ന അക്ഷരം ടീച്ചർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ എഴുതണേന്ന് ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നോക്കുക കേട്ടാ. ഈ നമ്മള് എഴുതി. അതിലും എളുപ്പമാണ് നമുക്ക് ഉ, ഊ എന്ന 2 അക്ഷരങ്ങൾ എഴുതാനായിട്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ എഴുതി ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ, കണ്ടോ? ഇതാണ് ഊ. എന്താണത്? ഊ. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. ടീച്ചർ എപ്പോഴും പറയും കൈയെടുക്കരുത്, കൈയെടുക്കാതെ തുടർച്ചയായിട്ട് എഴുതാം. കണ്ടോ? ഇതാണ് ഊ. കണ്ടോ? അക്ഷരം തുടങ്ങുമ്പോ നമ്മൾ എഴുതുന്നത് എവിടെ നിന്നാണോ അവിടുന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് വരുമ്പോ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്യാവൂ. അതിനിടയ്ക്ക് കൈയെടുക്കരുത് കേട്ടാ. ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ എഴുതി. കണ്ടോ? ഇതാണ് ഊ. എന്താണത്? ഊ. ഒന്നുകൂടെ എഴുതാൻ ടീച്ചർ. നോക്കിയിരിക്കുക, സാവധാനം എഴുതുന്നുള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്ന്, കണ്ടോ? ഇതെന്താണ്? ഊ. ഏതക്ഷരമാണിത്? ഊ. കിട്ടിയോ? ഏതക്ഷരമാണ്? ഊ. ഇനി നമുക്ക് ഊ എഴുതാം. ഏതക്ഷരമാണ്? ഊ. നമ്മള് ആ പഠിച്ചു. ആ, ഈ, ഇന്ന് പഠിക്കുന്ന 2 അക്ഷരങ്ങളാണ് ഉ, ഊ. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഉ,
ശ്രദ്ധിച്ചോ. ഇനി ഇപ്പൊ നമ്മൾ ഉ എന്ന സ്വരം എഴുതി, സ്വരാക്ഷരം എഴുതി. ഇനി ഊ എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ ഊ എഴുതിയ പോലെ തന്നെ എഴുതാം. ഊ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. കണ്ടോ, ഊ നമ്മൾ എഴുതി. ഇനി ഈയുടെ ചിഹ്നം നമ്മൾ എഴുതിയില്ലേ, അത് തന്നെ, അതേ ചിഹ്നം തന്നെ നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ എന്താ പറയാ, ഊ. ഉണ്ടോ, ഈ എന്ന് എഴുതിയ ചിഹ്നം തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പക്ഷെ പറയുമ്പോ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. നോക്കിക്കോ, കണ്ട, അതേ ചിഹ്നം തന്നെയല്ലേ നമ്മൾ എഴുതണേ, നോക്കിയേ അല്ലേ. ഈ കണ്ട, നമ്മള് ഈ എന്ന് പറയുന്ന ഈ എന്നത് ചിഹ്നം തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ പറയുമ്പോ വ്യത്യാസം വരുന്നുണ്ട്. കിട്ടിയോ? ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ഇതേതാണ് ഈ അക്ഷരം? ഒന്ന് പറഞ്ഞേ. ഊ. അടുത്തത് ഇതെന്താണ്? ഊ. ഉണ്ടോ? ഊ. മനസ്സിലായോ? ഇനി വ്യത്യാസം എന്താണ് ടീച്ചർ പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയപ്പോ എന്തെഴുതി? ഈ എഴുതിയിട്ട് കണ്ടോ, ഈ ചിഹ്നമാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഈ ചിഹ്നം തന്നെയല്ലേ മുകളിലുള്ളത് അല്ലേ. ഈ എന്ന് എഴുതിയപ്പോ നമ്മൾ എഴുതിയ ചിഹ്നം തന്നെയാണ് മുകളിലുള്ളത്. പക്ഷെ പറയുമ്പോ വ്യത്യാസം വരുന്നു. ഇത് അല്ലേ, ഈ ചിഹ്നം അല്ലേ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. പക്ഷെ പറയുമ്പോ വ്യത്യാസം വരണം. ഇത് ഈ അക്ഷരം കണ്ടോ. ഇതാണ് ടീച്ചർ പറഞ്ഞത്, ഒരു ക്ലാസ്സിന്റെ 2 അക്ഷരം വെച്ച് പഠിപ്പിച്ചാലും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞത്. എളുപ്പമായില്ലേ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ എഴുതാം. ഇതേതക്ഷരാണ്? ഊ. ഇനി അടുത്തെന്താണ്? ഊ. കണ്ടോ, എന്താണ്? പഠിച്ചിട്ട് വരണം. ക്ലാസ്സിൽ പഠിപ്പിച്ചത് കൂട്ടി വെക്കരുത്. അന്നാന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കണം. പഠിച്ചിട്ടേ ഉറങ്ങാവൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.